ആന്റോ ആന്റണി ധനാഢ്യനായ കോൺഗ്രസ് എംപിമാരിൽ ഒരാൾ. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ആന്റോ ആന്റണിയെ ഉടൻ ചോദ്യം ചെയ്യും. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പലതവണയായി 2 കോടി രൂപ വായ്പയായി വാങ്ങിയെന്നും അത് തിരിച്ചു നൽകിയിട്ടില്ലെന്നുമാണ് ആന്റോ ആന്റണിക്കെതിരായ ആരോപണം. എന്തിനാണ് ഇത്ര വലിയ തുക ആന്റോ ആന്റണി വാങ്ങിച്ചത്? എനിക്ക് ഇലക്ഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇലക്ഷൻ പലപ്പോഴും നിന്നുപോയെന്ന് പോലും തോന്നി. കാരണം ഭരണത്തിലിരിക്കുന്ന 2 മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. പണം വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ച ആന്റോ ആന്റണി മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് എത്രയെന്ന് വെളിപ്പെടുത്തിയില്ല. ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ വിജിലൻസും തീരുമാനിച്ചിട്ടുണ്ട്. SIT, ED എന്നിവയ്ക്ക് പുറമെ വിജിലൻസ് അന്വേഷണം കൂടിയാകുമ്പോൾ കോൺഗ്രസ് MP സംശയനിഴലിലാണ്. ആന്റോ ആന്റണി മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുമുണ്ട്. ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുക, ആ 2 കോടി രൂപ ഇലക്ഷനിൽ ചെലവഴിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ്റെ ഈ ചെലവ് സമർപ്പിച്ചപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ? ഈ 2 കോടി രൂപ എവിടെ? അങ്ങനെയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത്? ആ ഡോക്യുമെന്റിൽ അത് കൊടുത്തിരുന്നോ? സത്യവാങ്മൂലത്തിന്റെ മുമ്പാണോ കൊടുത്തത്? അതിനുശേഷമാണോ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ പിന്നീട് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല. തിരിച്ചു കൊടുത്തെങ്കിൽ അതിന് തക്കവണ്ണമുള്ള റിട്ടേൺസ് ഉണ്ടോ? അത് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ? പ്രസക്തമായ ഈ ചോദ്യങ്ങൾക്ക് മുന്നിലെല്ലാം ഉത്തരമില്ലാതെ ഇരിക്കുകയാണ് ആന്റോ ആന്റണി. മാത്രമല്ല ഇക്കാര്യങ്ങൾ ചോദിക്കുന്നവരോട് തട്ടിക്കയറുകയും ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു ഇപ്പോൾ എനിക്ക് ആൻസർ പറയേണ്ട കാര്യമില്ല. ഇല്ലല്ല, എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു. അത് അല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.